പുറമെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസത്തെ തന്നെയും കുത്തിപ്പരിക്കേൽപ്പിച്ചു ഇവർ. വളരെ വ്യക്തമായും ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പരിഹാസത്തെക്കാളുപരി ഈ സമൂഹത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും വളരെ വേദനയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു രംഗമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവഴി ഇസ്ലാം ഏറ്റപ്പെടുകയും മുസ്ലിം സമൂഹം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഇസ്ലാമിനെ തന്നെ മറ്റുള്ളവർ മോശമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ ഈ സമൂഹത്തിൽ വളരെ വ്യാപകമായി ഉണ്ടായി എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൽ തന്നെ വിശ്വാസപരമായ അധപ്പതനം സംഭവിക്കുന്നതിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണമായി എന്നതാണ് യാഥാർത്ഥ്യം. എത്രത്തോളം ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ആദ്യം കൊണ്ടുവരുന്നത് ഇസ്ലാമിലെ മുദ്രാവാക്യം അഫ്ളലുദ്ദിക്ർ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം അവതരിപ്പിക്കുകയാണ്, അത് ആദ്യം പറയുകയാണ്, ആദ്യം പറയിപ്പിക്കുകയാണ്. കേട്ടോളൂ അത്. കണ്ടോ? അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ ചൊല്ലിയത്, ശരിയാണ്. പക്ഷേ അതെന്തിനാ ചൊല്ലിച്ചതെന്നറിയോ? ചൊല്ലിച്ചത് അടുത്ത ദിക്റ് ചെല്ലാനാണ്. എന്താണ് അടുത്ത ദിക്റ്? അത് കേട്ടോളൂ. അല്ലോ, ഒരാൾ പോലും ഉണ്ടല്ലാന്ന് പറയില്ല, എല്ലാരും ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്ന് പറയൂ. ഇത് സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം എന്താ ഇങ്ങനെ പറയാൻ കാരണം. എന്തേ ലാ ഇലാഹയെ എവിടെ പോയി? ഇല്ലല്ലാഹ് മാത്രം എന്തായി? എന്താ അങ്ങനെ ആയത്? അപ്പോ ഏതൊരു സൂഫി എവിടുന്നോ ചിന്തിച്ചു. അയാൾ ചിന്തിച്ചെങ്ങനെ വെച്ചാൽ, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹും ഇല്ല, ഇല്ലല്ലാഹ് അല്ലാതെ. അപ്പോൾ അതൊരാൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ലാ ഇലാഹ എന്ന് പറയുമ്പോൾ മരിച്ചുപോകാൻ എന്ത് ചെയ്യും? ഒരു ഇലാഹും ഇല്ല എന്ന് പറഞ്ഞ് മരിച്ചുപോകണ്ടേ? അപ്പോ അത് പറയണ്ട, ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഏതൊരു സൂഫിക്ക് അവിടുന്ന് തോന്നിയ, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ചിന്തയാണ്. ആ ചിന്ത ഉണ്ടായി, അതയാൾ വെറുതെ ആരോടോ പറഞ്ഞു, അതോടനെ നിക്കറാക്കി. അതിങ്ങനെ സമൂഹത്തെ കൊണ്ട് ചൊല്ലിക്കുക. ഇനി അത് കഴിഞ്ഞാൽ പിന്നെയും തൗഹീദിലേക്ക് വരും. അള്ളാനെ വിളിക്കും, യാ അഹദു യാ സമദു യാ വിത്റു യാ മൗല. അള്ളാനെ വിളിക്കാണ്. കേട്ടോളൂ അത്. കണ്ടോ? അപ്പൊ നമ്മൾ വിചാരിക്കും നന്നായി, കാര്യം അള്ളാനെ വിളിക്കുകയാണ്, യാ അഹദു യാ സമദു യാ വിത്റു യാ മൗല. ഇതൊക്കെ അള്ളാന്റെ പേരാണ്, അങ്ങനെ അള്ളാനെ വിളിക്കുകയാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതെന്തിനാ വിളിച്ചതറിയോ? അടുത്ത് ചെല്ലാനാ. എന്താ അടുത്തുള്ള? കേട്ടോളൂ. കണ്ടോ? അപ്പോ അള്ളാനെ വിളിച്ചു, പിന്നെന്താ വിളിക്കണത്? യാ ജിബ്രീൽ യാ മീകായിൽ, ഓ ജിബ്രീലെ, ഓ മീകായിലെ, ഓ ഇസ്രാഫീലെ. പിന്നെ ആളുകൾ വിളിക്കുന്നുണ്ട്, പക്ഷെ ആരാന്ന് ഇവർക്ക് മനസ്സിലായില്ല. അതാരാ? യാ അസ്രായീൽ. ഈ അസ്രായീൽ ആരാന്ന് ഈ സാധുവിന് മനസ്സിലായിട്ടില്ല. അറിയുമെങ്കിൽ വിളിക്കോ? അപ്പൊ യാ ജിബ്രീൽ യാ മീകായിൽ യാ ഇസ്രാഫീൽ യാ അസ്രായീൽ. അങ്ങനെ അസ്രായീലിനെ വിളിക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിത് പിന്നെ സത്യത്തിന് നമുക്കൊരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നടത്തുന്ന ഒരു വലിയ ഗൗരവത്തിലാണ് നടത്തല്. നമുക്കത് അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി അവരുടെ ഈമാൻ പരിപൂർണമായും തകർക്കുന്ന രൂപത്തിൽ, ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും മടിക്കുന്ന രൂപത്തിൽ മുസ്ലിം സമൂഹത്തെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന ദുരവസ്ഥ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഈ സമൂഹത്തിന് നേരായ വഴി കാണിച്ചു കൊടുക്കൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്
കേരളത്തിൽ നവോത്ഥാന സംരംഭങ്ങൾ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് KNM-ഉം അതുപോലെ തന്നെ MSM-ഉം MGM-ഉം ISM-ഉം എല്ലാം ഉണ്ടായിത്തീർന്നത്. ഇത്തരത്തിൽ ഈ സമൂഹത്തെ പരിവർത്തിപ്പിക്കുവാൻ വേണ്ടി, ഈ സമൂഹത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടി, ഈ സമൂഹത്തെ സംസ്കരിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിം സമൂഹത്തിന്റെ ഈ ഒരു ദുരവസ്ഥയിൽ ഈ സമൂഹത്തെ സമുദ്ധരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഉൽപ്പതിഷ്ഠുത്വം വാദിച്ചുകൊണ്ട് തന്നെ കടന്നു വന്ന ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളവും അവർക്കും ഈ സമൂഹത്തെ നേരായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. നേരായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകൾ രംഗത്ത് വന്നിട്ട് അവർ നോക്കുമ്പോൾ അവർക്ക് പറയാനുള്ളതും എന്താണ്? പണ്ടത്തതിന്റെ ഭിന്നത്തത് എന്ന് സാധാരണ നാട്ടിലൊരു പ്രയോഗമുണ്ട്, അതിന് തത്തുല്യമായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇന്ത്യ രാജ്യത്തൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഈ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന യാതൊരുവിധ മീഡിയകളും അത് ശരിയായ രൂപത്തിലുള്ളതല്ല, പര്യാപ്തമല്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ താഗൂത്തി ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ കീഴിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരുടെ വാദം പോയി എത്ര എത്തിയെന്ന് ചോദിച്ചാൽ, ഭരണമില്ലാതെ ഇവിടെ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും പാഴ്വേലകളാണ് എന്നാണ്. ഒരു ഭരണ സംവിധാനത്തിൽ മാത്രമേ നമുക്ക് ഉയർന്നു വരാൻ കഴിയൂ. ഭരണമില്ലെങ്കിൽ ലക്ഷ്യം തന്നെ നേടാൻ കഴിയില്ല, ലക്ഷ്യം പ്രാപിക്കാൻ കഴിയില്ല. പ്രവാചകന്മാർക്ക് പോലും ലക്ഷ്യം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന അവസ്ഥ വരെ അവരെത്തി എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ രംഗം നിങ്ങളൊന്ന് കണ്ടു. ആരും മാറിയില്ലെങ്കിലും, ആരും ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരിൽ എല്ലാ പ്രവാചകന്മാരും പ്രവർത്തിച്ചത് ഇതേ ലക്ഷ്യത്തിനാണ്, ഇഖാമത്തുദ്ദീൻ, സൂറത്ത് ഷൂറ. പക്ഷെ ഈ ലക്ഷ്യം നേടിയ പ്രവാചകന്മാർ നേടാൻ സാധിക്കാതെ പോയ പ്രവാചകന്മാരുണ്ട്. ഇപ്പൊ സൂറത്ത് നൂഹ് അലൈഹി ഇസ്ലാം 950 വർഷം പ്രവർത്തിച്ചിട്ടും ഈ ലക്ഷ്യം നേടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ വിശ്വസിച്ചപ്പോൾ പോലും വളരെ കുറച്ചായിരുന്നു. പക്ഷേ ലക്ഷ്യത്തിന് അദ്ദേഹം പിന്തിരിഞ്ഞിട്ടില്ല, പിന്തിരിയാൻ പാടുമില്ല. സ്വീകരിക്കാത്തവർ പരാജയപ്പെട്ടു. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ല, പ്രയത്നിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവർ പരാജയപ്പെട്ടു. നൂഹ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ പ്രയത്നത്തിൽ വിജയിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. മുഹമ്മദ് നബി അലൈഹി ഇസ്ലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. ദാവൂദ് സുലൈമാൻ അലൈഹി ഇസ്ലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. എന്നാൽ ഒരുപാട് പ്രവാചകന്മാർ ലക്ഷ്യം നേടാത്തവരാണ്. ഹലോ, പ്രവാചകന്മാർക്ക് ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഭരണം കിട്ടിയില്ല. വളരെ ചുരുക്കം നബിമാർക്ക് ഭരണം കിട്ടിയുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ വളരെ കുറച്ച് നബിമാർക്ക് മാത്രം ലക്ഷ്യം കാണാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി ഒരുപാട് പ്രവാചകന്മാർ ലക്ഷ്യം കാണാതെ പോയവരാണെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത്രമാത്രം അപകടകരമായ വാദം പിന്നീട് ഉൽപ്പതിഷ്ഠിത്വ തിരശ്ശീലയിൽ മറഞ്ഞിരുന്നുകൊണ്ട് ചില ആളുകൾ ഉന്നയിച്ചു. അവർ വന്നപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വോട്ട് ചെയ്യാൻ പാടില്ല, വിദ്യാഭ്യാസപരമായി ഒരു പ്രവർത്തനവും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, കലാലയമല്ല കൊലാലയം എന്നായിരുന്നു പറഞ്ഞിരുന്നതെന്നാ. നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ അതിന്റെ വാർത്ത. ആ ഒരു പ്രസ്ഥാനം പുറത്തിറക്കിയ പുസ്തകത്തിൽ വന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച പരാമർശത്തിൽ വളരെ വ്യക്തമായി കാണാം, അന്ന് ജമാഅത്ത് സാഹിത്യങ്ങളിൽ കലാലയങ്ങളെ കൊലാലയങ്ങൾ എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് എന്ന്. കലാലയങ്ങളെ കൊലാലയങ്ങൾ എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റില്ല, സ്കൂളല്ല, കലാലയമല്ല, കൊലാലയമാണ് എന്നാണ്. അപ്പൊ കൊലാലയമാണ് എന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി. അപ്പോ ഭരണപരമായ ഒരു കാര്യവും ഈ താവൂത്തി ഗവൺമെന്റിന്റെ കീഴിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ യാതൊരുവിധ പ്രവർത്തനവും പാടില്ല, സർക്കാർ ഉദ്യോഗം പാടില്ല, കലാലയത്തിൽ പോകാൻ പാടില്ല, അത് കൊലാലയമാണ്. അവിടെയും ഈ നവോത്ഥാന സംരംഭങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായി. അവരോടും ഉപദേശിച്ചു, നസീഹത്ത് നടത്തി, ഇതുപോലുള്ള പരിപാടികൾ നടത്തി, ഉത്ബോധിപ്പിച്ചു, മാറ്റമുണ്ടായി. ഇന്നത്തെ അവസ്ഥയോ, ഇന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്താ മുദ്രാവാക്യം? സീറ്റ് തരൂ, സീറ്റ് തരൂ എന്നാണ്. കേട്ടോളൂ. കണ്ടോ? അപ്പൊ ഇപ്പൊ സീറ്റ് ചോദിക്കുകയാണ്. അപ്പൊ മാറ്റമാണ് മാന്യ സഹോദരങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ അതാണ്. അപ്പോ എല്ലാ രംഗത്തും യാതൊരുവിധ പ്രതിഫലേച്ഛയുമില്ലാതെ, യാതൊന്നും കൊതിക്കാതെ നിസ്വാർത്ഥമായി നവോത്ഥാന സംരംഭ രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തമായി പ്രവർത്തിക്കുകയും
കാലോചിതമായി ഇടപെടുകയും ഈ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി യത്നിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി പല നിലക്കുമുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായി എന്നൊരു അവകാശവാദം ഇല്ല. നേരെ മറിച്ച് ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട്. അന്ധവിശ്വാസ അനാചാര രംഗത്ത് ഈ സമൂഹത്തിന് സമൂഹത്തിന് പരിപൂർണമായ മുക്തി ലഭിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത്, ഭൗതികമായ രംഗങ്ങളിൽ ഒരുപാട് ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട്. എല്ലാ രംഗത്തും മുസ്ലിം സമൂഹത്തിന്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട്. സർവോപരി ഇസ്സത്തുള്ളൊരു സമൂഹമായി ഈ സമൂഹം ഇന്ത്യ രാജ്യത്ത് ഉയർന്നു നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ സമൂഹത്തിന്റെ പരിപൂർണമായ ഔന്നത്യം ലക്ഷ്യം വെച്ചുകൊണ്ട്, ഉയർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട്, സർവോപരി അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കുന്നൊരു കക്ഷികളായി ഈ സമൂഹം വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നവോത്ഥാന സംരംഭം മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ പൂർണ്ണ വിജയത്തിലെത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സഹായവും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.